أعوذ بالله من الشيطان الرجيم ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. كان رسول الله صلى الله عليه وسلم خطبتان يجلس بينهما يقرأ القرآن ويذكر الناس. تأسى الرسول وأنت تظهر حبه هذا لعمري في القياس بديع لو كان حبك صادقا لأطعته إن المحب لمن يحب مطيع. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സത്യവിശ്വാസികളെ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക നിയന്താവും സർവാധിപതിയും സർവപരിപാലകനുമായ ഈ പ്രപഞ്ചത്തെ ആകമാനം ക്രമം തെറ്റാതെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് ആവശ്യമായ എല്ലാം നൽകി നമ്മെ പോറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിൽ കഴിവിൻപടി പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തെ വളരെ ഗൗരവത്തോടുകൂടി നയിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഈ ഖുതുബയിൽ ഓരോരുത്തരോടും ഇതിന്റെ മുഖദ്ദമയിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഭക്തിയുടെ ഉത്സവകാലമായിരുന്ന വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. ശവ്വാൽ മാസത്തിന്റെ അന്തിമ സമയങ്ങളിലൂടെ നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റമദാനിൽ നേടിയെടുത്ത് നമ്മുടെ തഖ്വയും ആ ധർമ്മനിഷ്ഠയും ആ സമ്പൽ സമൃദ്ധമായ ഇസ്ലാമിക സംസ്കാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ടതുണ്ട്. നേടിയെടുത്ത റമദാനിന്റെ പുണ്യങ്ങൾ അല്ലെങ്കിൽ ആ ശ്രേഷ്ഠതകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് റമദാന് ശേഷം നമ്മുടെ ജീവിത രീതി പരിശോധിക്കുന്ന ഓരോരുത്തർക്കും വ്യക്തമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഗഫലത്ത് അഥവാ അശ്രദ്ധ, കസല് അഥവാ മടി, അതേപോലെ തന്നെ ഹവ, ദേഹേച്ഛക്കനുസരിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോകൽ, ഇതെല്ലാം നമ്മെ പിടികൂടുന്ന വലിയ ഒരു രോഗമാണ്. അതുകൊണ്ട് അതിൽ അകപ്പെടാതിരിക്കാൻ പരമാവധി ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. കാരണം റമദാൻ കഴിഞ്ഞിട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന ഒരു ഗൗരവമേറിയ ബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ആമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഈ മെമ്പറിൽ റബ്ബിന്റെ ഖദർ അനുസരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി തുടർച്ചയായി ധാർമ്മികത്വം വഹിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അതുകൊണ്ടൊരു പള്ളി മെമ്പറിന്റെ മഹത്വവും ആ പള്ളി മെമ്പറിൽ നിന്നുകൊണ്ട് ആ ധാർമ്മികത്വം വഹിക്കുന്ന ഇമാമിന്റെ ആ വിഷയത്തിലുള്ള പദവിയും ആ ഇമാമിന് അല്ലാഹുവും റസൂലും പരിശുദ്ധമായ ഇസ്ലാമിലൂടെ നൽകിയിട്ടുള്ള മതപരമായിട്ടുള്ള ആധികാരികതയും
ഉൾക്കൊള്ളണമെന്നാണ് പള്ളി ഭാരവാഹികളായ ആളുകളോടും നമ്മുടെ മുഅ്മിനീങ്ങളായ ശ്രോതാക്കളോടും ഒക്കെ ആമുഖത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഖുതുബ എന്ന് പറയുന്നത് കേവലം ഒരു മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു കേവലം വേദിയല്ല, മറിച്ച് അത് മഹത്തായ ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് യഹൂദികൾക്കും ക്രിസ്ത്യാനികൾക്കും അഹ്ലു കിതാബിന്റെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്ട ദിവസമായത് നൽകി. പക്ഷേ അവരതിനെ അവഗണിച്ചു എന്ന് മാത്രമല്ല, അവർ വിശേഷ ദിനമായി ഞായറാഴ്ചയെയും ശനിയാഴ്ചയെയും തെരഞ്ഞെടുത്തു. എന്നാൽ അവസാനത്തെ റസൂൽ, അവസാനത്തെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ഉമ്മത്തും ഈ വെള്ളിയാഴ്ചയെ വലിയ ഖൈറായ ദിവസമായി അതിന്റെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ ദിവസത്തിന്റെ ഇബാദത്തിൽ ധന്യമാക്കുന്നതിന് വേണ്ടി അതിനെ അവർ കൈവെള്ളയിൽ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള വലിയ ഒരു സ്വീകാര്യത ഇവിടുന്ന് നമുക്ക് മനസ്സിലാവില്ല. ജുമാക്ക് നേരം വൈകി വരുന്നോലും ചുമരും ഫാനും ഒക്കെ നോക്കി അവിടെയും ഇവിടെയൊക്കെ ഇരിക്കണോലും ഒക്കെ നമ്മളെ പല പള്ളികളിലുണ്ട്. ഞാനീ കുറ്റം പറയല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മള് ഇബാദത്താണ്, പ്രത്യേകം നമ്മുടെ പാപങ്ങൾ ഒരാഴ്ച വരെയുള്ളത് പൊറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകുന്ന വലിയ ഒരു സൗഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ നിയമങ്ങൾ, അതിന്റെ ശുറൂത്തുകൾ അത് പാലിച്ചുകൊണ്ടായിരിക്കണം ഓരോ ഖുതുബയും നാം പറയുന്ന ഞാനും സന്നിഹിതരായ നിങ്ങളും ഇതിനെ യാത്രയാക്കേണ്ടത് എന്ന് ആത്മാർത്ഥമായി പറയാം. ഒരു വിമർശനവും. അതുകൊണ്ട് സഫുകൾക്കിടയിൽ വിടവില്ലാതെ അതിനെ പൂർത്തീകരിക്കണം എന്നതാണ് അതിന്റെ ഒന്നാമത്തെ ശുറൂത്ത്. അതുകൊണ്ട് വളരെ കുറഞ്ഞ ആൾക്കാരെ നമ്മൾ ഖുതുബക്ക് ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈ തദ്കിറുകളിലൂടെ ധാരാളം ആളുകളെ കൊണ്ടുവരാനും ആളുകൾ ഇത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ പള്ളി ജനനിബിഡമാകുന്ന അവസ്ഥ ഉണ്ടാകാനും നാം പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അതുകൊണ്ട് സഫിലേക്കൊന്നും ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങൾക്ക് ശാരീരിക്കൽ നിർബന്ധമായ ആൾക്കാരുണ്ടാവും. പുറം വേദന, രോഗം, അതുപോലെ തന്നെ കസേര പോലെയുള്ളതിലൊക്കെ ഇരിക്കൽ ആവശ്യമുണ്ടാവും. അതൊക്കെ ഉദറുണ്ട്. എല്ലാത്തവർക്കും ഒന്നും ഉദറില്ല. അതുകൊണ്ട് നമ്മള് ഒന്ന് അടുപ്പിച്ചിരിക്കണം. കാരണം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. എന്ത്? 6-ാം അധ്യായം സൂറത്ത് 61-ാം അധ്യായം സൂറത്ത് സഫിന്റെ 4-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു തആല പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലില്ലാഹി സഫൻ കഅന്നഹും ബുൻയാനും മർസൂസ്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു യുഹിബ്ബുൽ ലദീന, ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുള്ളവരാണ്, യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ സായുധ പോരാട്ടം നടത്തുന്ന ആ ഭടന്മാരെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്ന് അല്ലാഹു പറയുന്നു, സഫൻ കഅന്നഹും ബുൻയാനും മർസൂസ്, അവർ ഒരു മതിൽക്കെട്ട് പോലെ തോളോട് തോളുരുമ്മി കാൽപാദങ്ങൾ അടുപ്പിച്ച് വെച്ച് അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സൊഫ് പോലെയാണ്, മതിൽ പോലെയാണ് ധർമ്മസമരം നടത്തുന്നതാണ്. അപ്പൊ ഒരു സൊഫായി ഇരിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഇതൊരു ദേഹേച്ഛയുള്ള ഏറ്റുമുട്ടലാണ്. ഇതൊരു വലിയ ഇബാദത്തിനെ സ്വീകരിക്കലാണ്. വിശ്വാസിയുടെ ജീവിതത്തിലെ വലിയൊരു ഈദാണ് ഓരോ വെള്ളിയാഴ്ചയും നടമാടുന്നത്. പെരുന്നാളാകുമ്പോ പ്രത്യേകം പുതുവസ്ത്രം ധരിച്ച് നേരത്തെ നീച്ച് കുളിച്ച് സന്തോഷത്തിന് ഈദ്ഗാഹിലേക്ക് പള്ളിയിലേക്കും വരും. അതൊരു വർഷത്തിലൊരിക്കലാ. ഇത് ഓരോ ആഴ്ചയും നടക്കുന്ന ഈദാണ്. ഇബാദത്തുകൾ കൊണ്ട് മാമാങ്കമണിയാനുള്ള അവസരങ്ങളാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്ന അൽ ജുമുഅ. അതുമായി ബന്ധപ്പെട്ട ഇബാദത്തുകൾ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, അലാ തസഫൂന കമാ തസഫുൽ മലായികതു ഇൻദ റബ്ബിഹിം, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ മലായികത്തുകൾ നിൽക്കുന്നത് പോലെ നിങ്ങൾ നിൽക്കണം. യാ റസൂലല്ലാഹ്, കൈഫ തസഫൂനൽ മലായിക, എങ്ങനെയാണ് മലായികത്തുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നത്?
അവിടുന്ന് പറഞ്ഞു കാല യുതിമ്മൂന അസ്സഫുൽ അവ്വലു വയുതിമ്മൂന അസ്സഫുൽ അവ്വൽ. ഉണ്ടോ വയതനാസഊന ബൈനഹും. വിടവുകളില്ലാതെ വിടവുകൾ അടച്ച് ഒരു സഫ് പൂർത്തിയാക്കി, രണ്ടാമത്തെ സഫ് പൂർത്തിയാക്കി, മൂന്നാമത്തെ സഫ് പൂർത്തിയാക്കി, അങ്ങനെയാണ് നിൽക്കുക. അതുകൊണ്ട് ഒരുപാട് ഹൈറുകളുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ പരസ്പരം അടുക്കും. മുഅ്മിനീങ്ങളുടെ ശരീരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വ്യവസ്ഥകൾ കൈമാറുന്നു. ഒരുപാട് ഹൈറുകൾ അതിനുണ്ട്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണല്ലോ മുഅ്മിനീങ്ങൾ നമ്മളൊക്കെ ജീവിക്കുന്നത്. ആ പ്രീതി കരസ്ഥമാക്കാൻ ആവശ്യമായ ഒരു നിളാമ, ഒരു ശുറൂത്ത് അത് പാലിക്കണമെന്നാണ് ഇന്നത്തെ എന്റെ ആദ്യത്തെ ഖുതുബയിൽ ഒന്നാമത്തെ സന്ദേശം. ഇവിടെ പങ്കെടുത്ത ഈ വിരലെണ്ണാവുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഈ സന്ദേശം അവഗണിക്കരുത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മുഅ്മിനാത്തുകളായ സഹോദരിമാർ അവഗണിക്കരുത്. അതുകൊണ്ട് ഇനി ഒരു അടുത്ത ആഴ്ച മെമ്പർമ കയറി അന്തുസലാത്ത് ചൊല്ലിയിട്ട് വിടവുകൾ പൂർത്തിയാക്കുക എന്നൊരു വാക്ക് ഒരു ധാർമ്മികത്വം വഹിക്കുന്ന ഖതീബ് എന്ന നിലക്ക് ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. മുഅ്മിനീങ്ങൾ അതിന് സജ്ജരാകുക. അള്ളാഹു നമുക്ക് വിശാല മനസ്സ് നൽകുമാറാകട്ടെ. ഹൃദയത്തിൽ ദുർബോധന നൽകും. അവൻ എന്ത് ചെയ്യും? ഫിത്തനകൾ ഉണ്ടാക്കും. നമുക്കറിയാം മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലുമുണ്ട് ആര്? ശൈത്താന്റെ സ്വഭാവമുള്ളവര്. അതുകൊണ്ട് തന്നെ രക്തധമനികളിലൂടെ ചലിക്കുന്ന പിശാച് മനുഷ്യരിൽ പല ദുർബോധനം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഒറ്റ പതൊക്കെ കേൾക്കാൻ, അങ്ങനത്തെ കുറെ ബളായൊക്കെ കേൾക്കാൻ നമുക്ക് തോന്നിയെത്തിരിക്കുക. ഇതെല്ലാം നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്താൻ പിശാചിന്റെ വഴിക്ക് ഉണ്ടാകുന്ന ദുർബോധനമാണ്. പക്ഷെ ആ ദുർബോധനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ വഴിതെറ്റുന്നത്. നേരത്തെ വേണ്ട ദുർബോധനം 24 hours ഉറക്കില്ലാതെ, ഊണിൽ ഉറക്കില്ലാതെ ഓൻ നടത്തും. പക്ഷേ ഇല്ല ഇബാദത്തുൽ മുഖ്ലസീൻ, അള്ളാഹുവിനെ കൃത്യമായി ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ ഒറിജിനൽ അടിമകൾക്ക് ഓന്റെ ഒരു ദുർബോധനം ഇല്ല. അതുകൊണ്ട് അള്ളാഹു തആല നമ്മുടെ ഖൽബുകൾക്ക് തഖ്വ കൊണ്ട് താക്കത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആമീൻ പറയാം, മനസ്സറിഞ്ഞ് ആമീൻ പറയാം. അതുകൊണ്ട് ആ ഖുതുബയുടെ നിളാമിൽപ്പെട്ട ശുറൂത്തിൽപ്പെട്ട ഈ ഒരു കാര്യം ഇൻഷാ അല്ലാഹ് നമ്മൾ പാലിക്കണം. 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ LKG UKG മുതൽ പഠിപ്പ് തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥികളെ പോലെ ആകണം ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നു മുതൽ അടുത്ത ഞാനിവിടെ പിരിയുന്നവരെയുള്ള ജുമാ ഖുതുബ എന്റെ ഒരു ആഗ്രഹം. എന്തിനാണ് അത് ആഗ്രഹം? മിമ്പറുകൾ എന്ന് പറയുന്നത് ഒരു വലിയ സമൂഹത്തെ തന്നെ സംസ്കരിക്കാൻ വേണ്ടി ഇസ്ലാം നൽകിയ ഒരു വലിയ പീഠമാണ്. മിമ്പർ മിഹ്റാബ് എന്നൊക്കെ പറഞ്ഞാൽ, പള്ളി എന്നൊക്കെ പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ സാംസ്കാരിക സമുച്ചയമാണ്. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലെ പള്ളി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നിശ്ചിത സമയത്ത് ബാങ്ക് കൊടുക്കുക, മല്ലാക്ക ക്ലീൻ ആക്കുക, നിസ്കരിക്കാൻ പറ്റുമോ നിസ്കരിക്കുക, സുന്നത്ത് നിസ്കരിക്കണോ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഫാൻ ഏസി ഓഫാക്കുക. അല്ല, അത് ഇസ്ലാമിന്റെ കോടതിയാണ്. അവിടുത്തെ സാംസ്കാരിക നിലവാരമാണ്. അവിടെ എല്ലാ പ്രശ്നങ്ങളും മിമ്പറിൽ കയറിയിട്ട് റസൂൽ സംസാരിച്ചത്. പല ആൾക്കാരും വിചാരിച്ച ഖുതുബക്ക് മാത്രം കയറാനുള്ള സാധനമാണ് ഈ പീഠം. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. 2 വയസ്സുള്ള കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൺകുട്ടികളില്ല. ഹയാത്തോടുകൂടി ലഭിച്ച ആൺകുട്ടി മരണപ്പെട്ടു. ആ മരിച്ച റസൂലുള്ളാഹിയുടെ ഹൃദയത്തിൽ കാരുണ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺതടങ്ങൾ നനഞ്ഞു. ആ സമയത്ത് സൂര്യന് ഗ്രഹണം ബാധിച്ചു. ആ സമയത്ത് സ്വഹാബികൾ പലരും, ചില ആളുകൾ പറഞ്ഞു, പ്രവാചകന്റെ കുട്ടി മരിച്ചത് കൊണ്ട് സൂര്യഗ്രഹണം ബാധിച്ചിട്ടുണ്ട്, സൂര്യൻ പോലും ദുഃഖത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഇത് അവിടെ നിന്നിട്ട് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ കുറെ പുളിച്ച് വല്ലമാരല്ലോ, സ്റ്റാൻഡേർഡ് വലിയ ആളുകളുടെ സ്വീകാര്യത കിട്ടിയിട്ട് ചൂഷണം ചെയ്യുന്ന വലിയ വലിയ ഷാളൊക്കെ പൊറിച്ച് വലിയ ആൾക്കാർ ഓലെ പോലത്തെ ആൾക്കാരാണെന്ന് കേൾക്കണമെങ്കിൽ, അല്ലോ എന്റെ കറാമത്ത് എന്റെ കുട്ടി മരിച്ചപ്പോ സൂര്യൻ പോലെ ഇരുട്ടായി പോയി, അതാണ് എന്റെ ശ്രേഷ്ഠതാന്ന് പറഞ്ഞത്. അത് വളമാണ്. അതുകൊണ്ട് വരുമാനം ഉണ്ടാകും. അഷ്റഫുൽ ഖൽഖ് അതിന് വന്നതല്ല. അതിശയോക്തികളെയും അതിരുവിട്ട പ്രശംസകളെയും ഷിർക്കിലേക്ക് എത്തുന്ന, ഹറാമിലേക്ക് എത്തുന്ന, കുഫറിലേക്ക് എത്തുന്ന സകല ചിന്താഗതികളെയും മുളയിലെ നുള്ളിക്കളഞ്ഞ മഹാനായ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ അതാ ദുഃഖ സന്ദർഭത്തിൽ മിമ്പറിൽ കയറുകയാണ്. മിഹ്റാബിൽ സ്പീച്ചിന്റെ ഉടനെ ചോദിക്കല്ല, മിമ്പറിൽ കയറുകയാണ്. മിമ്പറിൽ കയറിയിട്ട് യാ അയ്യുഹന്നാസേ, ജനങ്ങളെ, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ്, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം മാത്രമാണ്. ലാ യഖ്സിഫാനി ലഅഹദിൻ വലാ ലിമൗത, ഒരാളുടെ ജനനം കൊണ്ടോ ഒരു മരണം കൊണ്ടോ അതിന് ഒരു മാറ്റവും സംഭവിക്കില്ല.
അപ്പൊ അങ്ങനത്തെ ഒരു അന്ധവിശ്വാസം ഹൃദയത്തിൽ മുളപൊട്ടാൻ പാടില്ല. ഉടനെ നുള്ളിക്കളഞ്ഞു. കണ്ടോ ഇതുപോലെ സന്ദർഭങ്ങൾ അനവധി സന്ദർഭങ്ങളിൽ മിമ്പറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയിട്ട് വെള്ളിയാഴ്ച മാത്രം കയറിയിട്ട് ഒരു 10-25 മിനിറ്റ് എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങാനുള്ള ഒരു കേന്ദ്രമാണ് മിമ്പർ എന്ന് വിചാരിക്കുക. പള്ളി അങ്ങനെയല്ല. പള്ളി സാംസ്കാരിക പിന്നെ സാംസ്കാരിക സ്ഥാപനമാണ്. എല്ലാം ഇസ്ലാമിലെ കോടതി പള്ളിയായിരുന്നു. റസൂലുള്ളാഹിന്റെ കാലത്ത് എന്ത് പ്രശ്നങ്ങൾ പരിഹരിച്ചത് പള്ളിയായിരുന്നു. പണ്ടത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയില്ലേ, വല്ലാതെ ബോധിത്തരം കളിക്കുന്ന ആൾക്കാർക്ക് പള്ളിയിൽ പോയി പറയരുത്. അതായത് പള്ളിയിൽ പോയി പറയാറില്ല. പള്ളിയിൽ പോയി പറഞ്ഞ പ്രശ്നം അവിടെ പരിഹരിക്കുന്ന. ഇന്ന് പള്ളിയിൽ പോയി പറയാറില്ല, കളിയാക്കലാണ്. അന്ന് പള്ളിയിൽ പോയി പറയുന്നതാണ് അതൊരു മഹലിന്റെ ഒരു ഖാളി, ഒരു ഖലീഫ, ഒരു രാജാവ് അതിന്റെ സ്ഥാനമായിരുന്നു. അപ്പൊ അതുകൊണ്ട് മിമ്പറിനും മിഹ്റാബിനും അതിൽ കയറി നിൽക്കുന്ന ആൾക്കും എന്തുണ്ട്, അതിൻ്റെതായ പദവി ഉണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ നിൽക്കുന്ന ശ്രോതാക്കളെ ധാർമ്മികമായ രൂപത്തിൽ ഉപദേശിക്കുകയും ധാർമ്മിക രോഷത്തിന്റെ ഭാഗമായി വിമർശിക്കുകയും സമകാലിക വിഷയങ്ങൾ മിമ്പറിൽ വെച്ച് പറയുകയും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് എന്താണ് ഖുതുബ, എന്തിനാണ് ഖുതുബ, എങ്ങനെയായിരിക്കണം ഖുതുബ, ഇത് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മളങ്ങനെ ആഴ്ചതോറും ഒരു ക്രിസ്ത്യാനികളുടെ കുർബാന പോലെ ഒരു ചടങ്ങായി അങ്ങനെ കൂടി പിരിയ എന്നുള്ളതല്ല ഖുതുബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 600ഓളം ഖുതുബകളിലൂടെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ സംസ്കരിച്ചത് അതിലൂടെയാണ്. അഖീദ, കർമാനുഷ്ഠാനങ്ങൾ, ഫഖഹിയായ മസ്അലകൾ, അങ്ങനെ ഇസ്ലാമിന്റെ 100 കാര്യങ്ങളെ ഖുതുബകളിലൂടെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കർമ്മം നിർവഹിച്ചത് എന്നതുകൊണ്ടാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആമുഖത്തിൽ ആയത്ത് ഓതിയതിനു ശേഷം പിന്നീട് ഉദ്ധരിച്ച ഹദീസ് അതാണ്. ഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 ഖുതുബകൾ ഉണ്ടായിരുന്നു. കുറച്ച് സംസാരിക്കും, അതിനിടയിൽ ഒന്നിരിക്കും, വീണ്ടും എഴുന്നേറ്റ് സംസാരിക്കും. യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, എന്താണ് യഖറഉൽ ഖുർആൻ, ഖുർആനിന്റെ ആയത്തുകൾ ഓതും. വയുദക്കിറുൻ നാസ്, ജനങ്ങളെ സംസ്കരിക്കും. അപ്പോൾ മിമ്പറുകൾ ഉപയോഗിക്കപ്പെടുന്നത് എന്തിനാ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതി റസൂലുള്ളാഹി വചനങ്ങൾ ഉദ്ധരിച്ച് ആ ജനസമൂഹത്തെ സംസ്കരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ സംസ്കരിക്കണം. അതുകൊണ്ടാണ് അൽ ഖുതുബത്തു മിനൽ വഅദ് എന്ന് മദ്ഹബിലെ ഉലമാക്കൾ പോലും പറയാൻ കാരണം. മദ്ഹബിലെ പോലും പണ്ഡിതന്മാർ പറഞ്ഞതാ അൽ ഖുതുബ, ഖുതുബ എന്ന് പറഞ്ഞാൽ മിനൽ വഅദ്. എന്താ ഈ വഅദ് പറഞ്ഞാൽ? വഅദ് നിങ്ങൾ കേട്ടിട്ടില്ലേ? പാതിരാ വഅദ്. അതെന്താ പാതിരാ വഅദിന്റെ കോലം? പാതിരാ വയല് കുറെ കിസ്സകള്, കുറെ പാട്ടുകള്, കുറെ കഥകള്, ഖുർആനായിട്ടും ഹദീസായിട്ടും ബന്ധമില്ലാത്ത കുറെ കള്ളക്കഥകള്, അത് രാത്രി 2:30-3 മണി വരെ അങ്ങനെ പറയാ. കുറെ ബക്കറ്റ് പിരി കൊടുത്ത് നടത്തി ഉമ്മത്തിനെ ചൂഷണം ചെയ്തിരുന്ന അജ്ഞതയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നാണ് അൽഹംദുലില്ലാഹ് നമ്മൾ മിമ്പറുകളിൽ കൃത്യമായ ഖുതുബ, ആയത്തോതി, ഹദീസ് ഉദ്ധരിച്ച് ജനങ്ങളെ സംസ്കരിച്ചത്. അതൊരിക്കലും എന്തല്ല, ബിദ്അത്തിന്റെ ഒരു ചടങ്ങല്ല. നമ്മുടെ നാട്ടിൽ പല ആളുകളെയും പണ്ഡിതന്മാർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ മാതൃഭാഷ സംസാരിക്കുന്ന മിമ്പറിൽ ഉള്ള ഖുതുബ കേൾക്കാൻ ഒരാൾ പള്ളിയിൽ പങ്കെടുത്താൽ ഓൻ പിന്നെ വീട്ടിൽ പോയി ദൂരസ്കരിക്കണമെന്നാണ്. ഓന്റെ ഖുതുബ ജനാപത്തുകാരുടെ ഖുതുബ ഏതാണ്? ജനാപത്തുകാരുടെ ഖുതുബ കയറാൻ പറ്റുമോ? പള്ളി കയറാൻ പറ്റില്ലല്ലോ. അത്ര ഗൗരവമുള്ളതാണെന്ന് ജനങ്ങളുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ചു പണ്ഡിത പുരോഹിതന്മാർ. അതുകൊണ്ട് തന്നെ ആളുകൾ അതിനകത്ത് തകർന്നുപോയി. അതുകൊണ്ട് തന്നെ 50 കൊല്ലം 60 കൊല്ലം ഖുതുബ കേൾക്കുന്ന ഒരു അറബി ഖുതുബ കേൾക്കുന്ന, നബാത്തിയ ഖുതുബ കേൾക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു മുസൽമാന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഖൈർ കിട്ടുന്നുണ്ടോ? ഓനക്ക് എന്തെങ്കിലും ആയത്ത് ഹദീസ് മനസ്സിലാകുന്നുണ്ടോ? ഓനക്ക് എന്തെങ്കിലും ഇസ്ലാമിക ഹുക്കം മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. 60 കൊല്ലമായി അബൂബക്കർ നിങ്ങൾ ഖുതുബ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്താണ് ഇന്നത്തെ ഖുതുബ ഒന്ന് ചോദിച്ചു നോക്കേണ്ടി. മൂപ്പര് പറയും എന്താ എനിക്കറിയില്ല, നല്ല ഒച്ച, അതിന് അലക്കുന്ന നല്ല ഒച്ച വന്നിരുന്നത്, നല്ല ഷാളും തട്ടും വലിയൊരു തലപ്പാവക്കെട്ടൊരു വാളും മുറിച്ച് കേറിയാണ്ട് എന്തൊക്കെയോ കുറെ പറഞ്ഞു. മൂപ്പർക്കൊന്നും തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് പള്ളികളുടെ പരിസരങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നു എന്ത്? ഖുതുബ നടക്കുന്ന സമയത്ത് കുട്ടികൾ സിനിമക്കഥ പറയരുത്. ചില ആളുകൾ വീഡിയോ വലിക്കുന്നു മൂലക്ക് ഇരുന്നിട്ട്. അതേപോലെ ചില പള്ളികൾ എഴുതി വെച്ചിരിക്കുന്നു വാച്ച്, ചെരുപ്പ്, കൊട സൂക്ഷിക്കുക, മോഷണം പോയാൽ കമ്മിറ്റി ഉത്തരവാദിയല്ല. എന്താണ് അങ്ങനെ എഴുതിയേക്കാനുള്ള കാരണം? അവിടെ വരുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞ സ്വഭാവമുള്ളവരൊക്കെ ഉണ്ടായി. എന്തേ കാരണം? അവർക്ക് സംസ്കരണം കിട്ടിയില്ല. അതുകൊണ്ടാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലോകാവസാനം അടുക്കാനാകുമ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയുമോ?
പറഞ്ഞു, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദും ആമിറാ വഹിയ ഖറാബും മിനൽ ഹുദാ. ഈ ഹദീസിൽ മുഹദ്ദിസുകൾക്കിടയിൽ ചെറിയ ലോഫുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്, അല്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഈ ഹദീസിനെ സിഖത്തായി തെളിവായി അവർ ഉദ്ധരിക്കുന്നത് ഇതിനോട് സമാനമായ മറ്റു ഒരുപാട് സ്വഹീഹായ റിവായത്തുകൾ വേറെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ട്, പള്ളികൾ കമനീയമായി കെട്ടിപ്പോക്കും, പക്ഷെ പള്ളി പരിപാലനം, പള്ളി പരിചരണം, പള്ളിയുമായി ഹൃദയബന്ധം ചേർക്കുന്നവർ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. 10 കോടിയുടെ പള്ളി, 15 കോടിയുടെ പള്ളി, 2, 4, 5 കോടിയുടെ പള്ളികൾ, ബലമിടിപ്പുള്ള പിന്നെ മാർബിളുകൾ, അതേപോലെ മെഹ്റാബുകൾ, കാർപ്പറ്റ് തോരണങ്ങൾ, ശീതീകരിച്ചത്, ലൈറ്റ് സംവിധാനങ്ങൾ, എന്താണ് ഒരു അമ്പരച്ചുംബിയായ കൊട്ടാരം പോലെ. പക്ഷെ റസൂലുള്ളാഹി പറയാണെന്ന് ആ പള്ളിക്കുള്ളിൽ നിന്ന് ഹിദായത്ത് ലഭിക്കൂല. അതാണ് പ്രശ്നം. എന്നാൽ ഖുർആൻ ഓതി ഹദീസ് ഉദ്ധരിച്ച് ജനങ്ങളെ സംസ്കരിച്ച് സമകാലിക വിഷയങ്ങൾ കൃത്യമായി സംസാരിക്കുന്ന മാതൃഭാഷയിലെ മെമ്പറുകൾ അതിനെപ്പറ്റി പുറത്ത് എന്തൊക്കെ പറഞ്ഞോട്ടെ, ഒരു വട്ടം അവിടെ വരുന്നവർക്ക് അറിയാം, ഇവിടെ ആരും സർക്കസിന് പോണ മാതിരി നല്ല കളർ കുപ്പായി ഇട്ട് അല്ലെങ്കിൽ താടിയും പഠിച്ച് ഒരു തല പോലും മറക്കാതെ അങ്ങനെ എന്തൊക്കെയോ ഒരു തെങ്ങേറാമെന്നാണ് പോലുള്ള ഒരു ഖുത്ബല്ല അവിടെ നടക്കുന്നത്. ഷാഫി മദ്ഹബ് പറഞ്ഞ പ്രകാരമുള്ള ഖുത്ബയാണ്. ഖുത്ബത്തുൽ വഅദ് കൃത്യമായി, അഥവാ ഹംദും സ്വലാത്തും ഖുത്ബത്തുൽ ഹാജയും ഖുർആനിലെ ആയത്തും ദുആ കൊണ്ടുള്ള വസിയത്തും ഇത് 5 അറബിയിലാകണം. അതുകൊണ്ട് അതിനുശേഷമുള്ളത് എന്താണ്? അത് മാതൃഭാഷയിലാണ്. അതുകൊണ്ട് ഹിന്ദിക്കാരുണ്ടോ ഹിന്ദിയിൽ ഖുത്ബ പറയണം, അത് മലയാളികളാണോ മലയാളത്തിൽ ഖുത്ബ പറയണം. കാരണം ഖുത്ബ എന്ന് പറഞ്ഞാൽ തിരിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന്റെ ഖുത്ബകൾ മാറ്റലി ഉണ്ടാക്കി, സ്വഹാബ വനിതകൾ മാറ്റലി ഉണ്ടാക്കി, സ്വഹാബത്തിന്റെ മക്കളിൽ മാറ്റലി ഉണ്ടാക്കി. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾക്ക് വിശിഷ്ടമായ സ്വർഗ്ഗം കിട്ടാൻ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വിലപിടിക്കുന്ന സ്വത്ത് നിങ്ങൾ കൊടുക്കണമെന്ന് കൃത്യമായി പറഞ്ഞു. ഈ ആയത്ത് കേട്ടപ്പോ മഹാനായ അബൂ തൽഹ അൻസാരി റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള മദീനയിലെ ബൈറുവ എന്ന ഈത്തപ്പന തോട്ടം അത് ദീനിനെ അങ്ങ് സമർപ്പിച്ചു. നിങ്ങൾക്കറിയോ, എറണാകുളത്ത് സ്ഥിരമായി ഖുത്ബ കേൾക്കുന്ന ഒരു വിദ്യാർത്ഥി, SSLC വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി നല്ല മാർക്കോടുകൂടി പാസ്സായാൽ നിനക്ക് നല്ലൊരു ബൈക്ക് ഞാൻ വാങ്ങിത്തരാമെന്ന് വാപ്പ പറഞ്ഞിരുന്നു. ആ വാപ്പ അറബി ഭാഷയിൽ നിർവഹിക്കുന്ന പള്ളിയിൽ പോണ ആളാണ്. ആ കുടുംബം മൊത്തം അങ്ങനെയാണ്. പക്ഷെ ആ കുട്ടി സന്തോഷത്തോടുകൂടി പഠിച്ച് ആഗ്രഹിച്ച ബൈക്ക് കിട്ടി. ആ ബൈക്കിൽ സ്കൂളിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം അവിടെയുള്ള സലഫി പള്ളിയിൽ ഖുത്ബ കേട്ടു. അന്നത്തെ ഖുത്ബ ഈ രൂപത്തിൽ സ്വഹാബത്തിന്റെ ജീവിതം ഖുർആൻ കൊണ്ട് സംസ്കരിക്കപ്പെട്ട ഖുത്ബയായിരുന്നു. ആ ഖുത്ബ കേട്ട ആ കുട്ടി പിന്നീട് അവിടെ സ്ഥിരം ഖുത്ബക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ആ കുട്ടി അവിടെ സ്ഥിരം മെമ്പറായപ്പോ ആ പരിസരത്തുള്ള മറ്റൊരു ആചാര്യ കണ്ടിട്ട് ചോദിച്ചു, മോനെ ഇവിടെ ഖുത്ബക്ക് പോലെ. അതെ, എന്നാ എന്റെ ബാപ്പ എന്നെ പേര് പുറത്താക്കൂട്ടോ. അപ്പൊ ആ കുട്ടി പറഞ്ഞു കൊടുത്തു, പുറത്താക്കിയാലും വേണ്ടിയില്ല, അകത്താക്കിയാലും വേണ്ടിയില്ല, എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം എനിക്കുണ്ടായി. എന്താ മാറ്റം എന്ന് ചോദിച്ചു. എനിക്ക് എന്റെ വാപ്പ വാങ്ങിത്തന്ന പ്രിയപ്പെട്ട ബൈക്ക്, ആ ബൈക്ക് ഞാൻ വിറ്റ് അത് പാവപ്പെട്ട ഒരു വീട് നിർമ്മാണത്തിന് ഞാൻ കൊടുത്തു എന്നാണ്. ഈ ഖുത്ബയാണ് ആ കുട്ടിയുടെ സ്വാധീനം. തിരിച്ചാ കുട്ടി ചോദിച്ചു, ആചാര്യ ഞങ്ങൾ എത്ര കൊല്ലായി ഖുത്ബ കേൾക്കാൻ തുടങ്ങിയിട്ട്? ഒരു 10-55 കൊല്ലായി. ഇന്നെന്തേലും ഖുത്ബ? ഞാൻ പറഞ്ഞ നല്ലൊരു ഒച്ച എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ കൊണ്ട് സംസ്കരിച്ചത് അങ്ങനെയാണ്. ഒരു മദ്യപാനിയായ മകൻ, ഒരു ഉദാഹരണം പറയാം, ഒരു മദ്യപാനിയായ ഒരു മകൻ എന്നും കുടിച്ച പൂസായി വരും. ബാപ്പയാണെങ്കിൽ നല്ല വിദ്യാസമ്പന്നൻ, നല്ല തറവാടി, ആ സമൂഹത്തിൽ അംഗീകാരമുള്ള മനുഷ്യൻ, നല്ല കുടുംബം. ഈ കുടുംബത്തിൽ ഇത്തരത്തിലൊരു കുട്ടിണ്ടായാൽ അയാൾക്കുള്ള ടെൻഷൻ എത്ര. ആ മനുഷ്യൻ ഒരു ദിവസം ഈ കള്ളും കുടിച്ച് ആടി വരുന്ന കുട്ടിനോട് വീട്ടിൽ കയറിന് മുമ്പ് പറഞ്ഞു, എനിക്കൊരാൾ കുറച്ച് സംസാരിക്കാണ്ട്. മൂപ്പര് നല്ല സ്വരം ചെയ്ത നല്ല ലാംഗ്വേജിൽ ഇംഗ്ലീഷിൽ ഒരു 10 മിനിറ്റ് കുട്ടിനോട് ഹൃദയസ്പർശമായി എന്ത് ചെയ്തു? പ്രസംഗിച്ചു. മദ്യപാനത്തിന്റെ അപകടവും അത് ശരീരത്തിലുണ്ടാക്കുന്ന സൈഡ് എഫക്റ്റുകളും, അതുകൊണ്ട് നഷ്ടപ്പെടുന്ന ധാർമ്മികതയും, അതുകൊണ്ട് കുടുംബത്തിലുണ്ടാകുന്ന അപകടവും, സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നവും, നാളത്തെ ആഖിറത്തിലെ ശിക്ഷയും ഒക്കെ മൂപ്പര് പറഞ്ഞു. പക്ഷെ ഒക്കെ ഇംഗ്ലീഷിലാണ്. അങ്ങനെ വീട്ടിൽ കൊണ്ട് കയറി തലയും താത്തി
ബാപ്പ വിചാരിച്ചു എന്തായാലും ഇൻഷാ അല്ലാഹ് അത് ഏറ്റിട്ടുണ്ടാവും, നാളെ നല്ല മാറ്റം ഉണ്ടാവും. ബാപ്പ നേരത്തെ തന്നെ ഓഫീസിൽ നിന്നൊക്കെ വന്ന് കാത്തുന്നപ്പോ ഇവന് സാധാരണ വരുമ്പോ കുടിച്ച വരല് വന്നപ്പോ ഒരു കുപ്പി കഴിക്കും. പിറ്റേ ദിവസം വന്നപ്പോ നല്ലൊരു കുപ്പി കയ്യിലുണ്ട്. ഇത് കേട്ടപ്പോ ബാപ്പാക്ക് തരിച്ചുപോയി. ബാപ്പ ചോദിച്ചു, പൊന്നാരന്റെ മോനെ ഇന്നലെ 10 മിനിറ്റ് ഞാൻ എനിക്ക് പറഞ്ഞ ഈ പ്രസംഗം ഈ വയല് എന്താ കേൾക്കാൻ? അപ്പൊ പകുതി പൂസായോ ചോദിക്കാണ്. ബാപ്പ നിങ്ങൾ പറഞ്ഞതിന്റെ ഈ രൂപത്തിലുള്ള സംഗതിയാ. മലയാളത്തിൽ രൂപത്തിൽ വിശദീകരിച്ചു കൊടുത്തപ്പോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചെന്താലോ എത്ര കാലമായി ഒറ്റക്ക് കുടിക്കണേ, വരുമ്പോ എനിക്കൊരു കുപ്പി കൂടി കുറഞ്ഞു കുടിക്കാ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കുപ്പി കൊടുത്തത്. ആ കുപ്പി അവിടെ ഇതാണ് ഞാൻ പറഞ്ഞെങ്കിൽ എനിക്ക് വേണ്ട. 10 മിനിറ്റ് ഇംഗ്ലീഷും പറഞ്ഞ 1 മിനിറ്റ് മുമ്പ് മലയാളത്തിൽ പറഞ്ഞു സംഗതി. ഇത് കൃത്യമായി ഖുർആൻ കൊണ്ട് സംസ്കരിക്കപ്പെടാൻ ഖുർആൻ പറഞ്ഞതാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, വമാ അർസൽനാ ബിർറസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിൻ, ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല ആ ജനതയുടെ ഭാഷ സംസാരിക്കുന്ന പ്രവാചകന്മാരായിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാൾ അടയാളമായി പറഞ്ഞത് എന്താണ്? പള്ളികൾ കബലിയമായി അലങ്കരിക്കും, പക്ഷെ ഖുതുബ ഹിദായത്തിൽ കിട്ടൂല. ഖുർആൻ ഉണ്ടാകും, ഖുർആൻ ജീവിതത്തിൽ പകർത്തൂല. അതേപോലെ തന്നെ പിന്നെ ഇസ്ലാം ഉണ്ടാകും, പക്ഷെ ഒരു മുസ്ലിമായി ജീവിക്കൂല. അൽ ഉലമാഉ ശർറു മൻ തഹ്ത അദീം ഇസ്ലാം, അന്ന് ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും വലിയ നിഷ്ഠ ജീവികൾ ഉലമാക്കളായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന് പുലർന്നിരിക്കുകയാണ്. അതുകൊണ്ട് മിമ്പറിന്റെ ദൗത്യം മനസ്സിലാക്കിയ ഒരാളെന്ന നിലക്കും അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട ഒരു അനുയായികളെന്ന നിലക്കും നിങ്ങളോട് ഞാൻ പറയുകയാണെന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുമിക്കുക. അല്ലാഹു നമുക്ക് ഐക്യം നൽകട്ടെ, മനസ്സിൽ വിനയം നൽകട്ടെ. ദീനുൽ ഇസ്ലാമിനെ കേൾക്കാനും അതറിയാനും അത് നുകരാനും എന്ന രൂപത്തിൽ ദീനുൽ ഇസ്ലാമിനോടുള്ള ആക്രാന്തം അലച്ച അതിങ്ങനെ പെറുക്കിയെടുക്കാൻ വേണ്ടി കാതോർക്കുന്ന, കണ്ണു കുറിപ്പിക്കുന്ന, കോട്ടാ വീടാത്ത, ഉറക്കം തൂങ്ങാത്ത ഉന്മേഷങ്ങളായി അള്ളാഹു നമ്മെ മഹലിൽ മാറ്റി പെരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ നിലക്കുള്ള ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم وبارك على هذا النبي العظيم الذي ارسلته رحمة للعالمين، بلغ رسالة وعد الأمانة ونصح الأمة، وصلى الله وسلم تسليما كثيرا. اتقوا الله عباد الله، أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെയും അവന്റെ വിധിവിലക്കുകളെയും ജീവിതത്തിലുടനീളം ഓർത്തുകൊണ്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ല നിലയിൽ ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ൽ 125-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ادعو إلى سبيل ربك بالحكمة والموعظة الحسنة. ادعو إلى سبيل ربك بالحكمة والموعظة الحسنة. നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക്, നിങ്ങൾ റബ്ബിന്റെ മാർഗത്തിലേക്ക് വളരെയധികം യുക്തിയോടുകൂടിയും നല്ല സതുപദേശത്തോടു കൂടിയും നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുക. ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ട ഒരു ആവശ്യമാണ്, വിളിക്കുക, അവരെ ക്ഷണിക്കുക. അപ്പൊ അത് ക്ഷണിക്കണമെങ്കിൽ എന്ത് വേണം? ഇബ്നു നബാത്ത് മിസ്രിയ എന്ന് പറഞ്ഞ മിസ്രിൽ ഖുതുബ നിർവഹിച്ചിരുന്ന ഒരു പണ്ഡിതന്റെ ആ ഖുതുബ സമാഹാരം എഴുതി കിട്ടിയ ആ കിതാബ് മെമ്മറിൽ വെച്ച് വായിച്ചാൽ അത് വരുന്ന അനുയായികൾക്ക് തിരിയോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ എന്ന് പറഞ്ഞാൽ 2 ഖുതുബയാണ്. അത് ഒന്നിരുന്നു പിന്നെ കഴിഞ്ഞ തറയിൽ ഒരു ഇറങ്ങിയിട്ടൊരു ഖുതുബ, ഖുതുബന് മുമ്പ് തറയിൽ ഇറങ്ങിയിട്ടൊരു ഖുതുബ, അതില്ല. 3 ഖുതുബ. അത് ബിദ്അത്താണ്. അത് ഖുതുബയുടെ ഷർത്തിലാണ് ഉൾപ്പെടുന്നെങ്കിൽ ഒരു സംശയം വേണ്ട, അതെന്താണ് ബിദ്അത്ത്. ബിദ്അത്ത് ദീനുൽ ഇസ്ലാം വന്നാൽ അമലുകൾ തകർന്നു പോകും, ഹൗദുൽ കൗസർ നിഷ്ഫലമായി പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിന്റെ അടുത്ത് നാട്യകറ്റിയാണ്. സുഹഖം വസുഹഖൻ ലിമൻ ഗയ്യറ ബഅദി, എന്ന ദീനിനെ മാറ്റിമറിച്ചവരെ വിദൂരം വിദൂരം, പാലിനേക്കാൾ വെളുപ്പുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ ഹൗദുൽ കൗസർ എന്ന പാനീയം ലഭിക്കാതെ മഹ്ശറിൽ നഷ്ടപ്പെട്ടാൽ അതിനേക്കാൾ വലിയ പരാജയം എന്താണ്? അതുകൊണ്ട് ദീനുൽ ഇസ്ലാം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സീൽ വെക്കപ്പെട്ട മതമാണ്. ആ മതം മുന്നോട്ട് വെക്കുന്ന അതിന്റെ പ്രമാണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. ആ 2 ആധാരങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരിച്ച സ്വഹാബത്ത്, അതിൽ പ്രഗൽഭരായ അർബഅൽ ഖുലഫാ എന്ന 4 ഖലീഫമാർ.
ആ മാർഗത്തെ മുറുകെ പിടിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പഴമയിലേക്ക് മടങ്ങുക. എന്നിട്ട് ആ മാർഗത്തിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ നന്നായി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു പ്രവർത്തനം ഈ പള്ളി കേന്ദ്രീകരിച്ച് മഹല്ല് കേന്ദ്രീകരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്തണം. നമ്മൾ ഈ സമൂഹത്തിന്റെ ഒരു വിളക്ക് മാടമാണ്. നമ്മൾ ഈ അങ്ങാടിയിൽ, നമ്മൾ ഈ പ്രദേശത്തുള്ള ഒരു ലൈറ്റ് ഹൗസ് ആണ്. യാ അയ്യുഹൻ നബിയോ, പ്രവാചകരെ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. യാ അയ്യുഹൻ നബിയോ, ഓ പ്രവാചകരെ, ഇന്നാ അർസൽനാക, തീർച്ചയായും താങ്കളെ നാം അയച്ചിട്ടില്ല, ഷാഹിദൻ, ജനങ്ങൾക്ക് ഒരു സാക്ഷിയായിട്ടല്ലാതെ, വമുബശ്ശിറൻ വനദീറാ, സ്വർഗ്ഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന സുവിശേഷകനാണ് താങ്കൾ. കത്തിജ്വലിക്കുന്ന അദാബുകളുടെ കേന്ദ്രമായ നരകത്തെക്കുറിച്ച് താക്കി നൽകുന്ന ഒരു തദിക്കിറത്ത് താക്കി നൽകുന്നവനാണ് താങ്കൾ. അതുകൊണ്ട് താങ്കൾ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദാഇയാണ്. മിമ്പറിൽ കയറുമ്പോൾ ഖതീബ് എന്ന് പറയും, മിഹ്റാബിൽ ഇറങ്ങി നിന്നാൽ ഇമാം എന്ന് പറയും, സമൂഹത്തിൽ ഖുതുബ നിർവഹിക്കുന്ന പ്രഭാഷണം നടത്തുമ്പോ എന്ത് ചെയ്യും, പ്രബോധകൻ എന്ന് പറയും, ദാഇ എന്ന് പറയും. എല്ലാം ഒരു റോളാണ്. അതിന് പ്രത്യേകമായ കാറ്റഗറി ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. പക്ഷെ എല്ലാവർക്കും ബാധ്യതയുള്ള കാര്യമാണ്. എന്നിൽ ഒരായത്തുകൾ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളത് ഹിദായത്തിലായ, നാളെ ഈ പള്ളിയിലേക്ക് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് ഞാൻ ഒരാളെ കൊണ്ടുവരും, ഞാൻ എന്റെ സുഹൃത്തിനെ കൊണ്ടുവരും, എന്റെ ഭാര്യയെ ഞാൻ കൊണ്ടുവരും, എന്റെ കുടുംബത്തിലെ ഒരാളെ ഞാൻ കൊണ്ടുവരും. ഓരോ സഹോദരിമാരും ഓരോ സഹോദരനും തീരുമാനിച്ചാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവ് മുതൽ മുഴുവൻ നമുക്ക് കിട്ടിയതിനേക്കാൾ തുല്യമാണ് അയാള് ഹിദായത്തിലായ. നമ്മൾ വഴി അയാള് ഇവിടുന്ന് ഒരു ഹദീസ് പഠിച്ച് ഒരു അമല് പഠിച്ച് ജീവിതത്തിൽ പകർത്തിയാൽ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും മരിച്ചാലോ നമുക്ക് മുറിഞ്ഞു പോകാത്ത വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. നമ്മുടെ മീസാൻ നിറക്കാൻ അത് മതിയാകും. സുബ്ഹാനല്ലാഹ്. ഒരു അടിമ ഒരു കലിമത്ത് പറഞ്ഞു, ചെറിയ വാക്കാ, പക്ഷെ സ്വത്തില്ല, അള്ളാഹ്ക്ക് ഭയങ്കര കോപായി, ഒറ്റ വാക്ക്. അതുകൊണ്ട് തന്നെ അയാൾ നരകത്തിന്റെ ആഴങ്ങളിലേക്ക് ആ ഒരു വാക്കുകൊണ്ട് അതപ്പതിച്ചു പോയി എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അടിമ ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ, അത് അള്ളാഹ് തൃപ്തിപ്പെട്ട ഒരു വാക്കായി, തോനൊന്നുമില്ല, ഒരു പദേ പറഞ്ഞിട്ടുള്ളത് റബ്ബാണ് തൃപ്തിപ്പെട്ടു പോയി. അതിന്റെ ഭാഗമായി സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലേക്ക് കയറി പോകുന്ന. അതുകൊണ്ട് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന വ്യാപാരവുമായി ഇടപെട്ടാൽ ആ കച്ചവടത്തിൽ നഷ്ടമല്ല, ഒരു നഷ്ടം ഉണ്ടാവില്ല, ലാഭം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സതുപദേശത്തോടുകൂടി യുക്തിദീക്ഷതയോടുകൂടി നിങ്ങൾ ക്ഷണിക്കണം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മൂസാ അലൈഹി ഇസ്ലാമിനോട്? ക്രൂരനായ ഫിർഔനോട് നീ സംസാരിക്കണം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, ഒരു വേള അവൻ അല്ലാഹനെ പേടിച്ച് പിന്തിരിഞ്ഞാലോ നന്നായാലോ. അതുകൊണ്ട് ഖൂലാലോ ഖൗലൻ ലയ്യിന, നല്ല വാക്ക് നീ പറയാ, നല്ല രൂപത്തിൽ സോഫ്റ്റായ സംസാരം, ഹൃദയത്തിൽ സ്വാധീനം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഞാൻ ഖുതുബയുടെ ആമുഖത്തിൽ ദുആ ചെയ്ത എന്താ? റബ്ബിശ്റഹ് ലി സദ്രി. കലീമുല്ലാഹി മൂസാ റസൂൽ അലൈഹിസ്സലാം ദുആ ചെയ്ത, റബ്ബേ റബ്ബിശ്റഹ് ലി സദ്രി, ഹൃദയത്തിൽ നീ വിശാലത നൽകണം. പകാവിദ്വേഷം, ഈഗോ, റിയാവ്, പൊങ്ങച്ചം ഒന്നും ഉണ്ടാകാത്ത ഖൽബാക്കി തരണം. വയസ്സുൽ ലി അംരി, എന്റെ കാര്യങ്ങൾ നീ എനിക്ക് എളുപ്പമാക്കി തരണം. വഹലുൽ ഉഖദത മിൻ ലിസാനി, എന്റെ നാവിന്റെ കെട്ടിക്കുടുക്കൽ നീ അഴിച്ചു തരണം. പറയുന്നത് ജനങ്ങളുടെ കാതിലേക്ക് കയറി ഹൃദയത്തിൽ തുളച്ച് അത് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു തൗഫീഖ് ആ വാചകമാണ് കിട്ടണം. ഈ ദുആ നമ്മൾ നിർവഹിക്കണം, നമ്മൾ പ്രവർത്തിക്കണം. അള്ളാഹു നമുക്ക് ഗൗരവത്തോടുകൂടി ഇതിനെ കാണാൻ തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയെ പറ്റി പറഞ്ഞ മറ്റൊരു കാര്യം അതാണ്, റസൂലുള്ളാഹിയുടെ കണ്ണുകൾ ചുവക്കും, ശബ്ദമുയരും, കോപം പുറത്തേക്ക് വരും. ഒരു കമാൻഡർ പട്ടാളക്കാർക്ക് നൽകുന്ന നിർദ്ദേശം പോലെ അങ്ങനെ റസൂലുള്ളാഹി. അതിന്റെ അർത്ഥം എന്താ? ഖുതുബയിൽ സതുപദേശങ്ങൾ ഉണ്ടാകും, ധാർമ്മിക രോഷങ്ങൾ ഉണ്ടാകും, ശകാരങ്ങൾ ഉണ്ടാകും, ശക്തമായ ചൂണ്ടുവിരലുകൾ ഉണ്ടാകും. ഇതുകൊണ്ടൊക്കെ എത്ര ചെങ്ങായി നമ്മളെ വന്നാണ്, നമ്മളെ ചീത്തറിയാൻ വന്നാലാണ് നാളെ ഖുതുബ വിട്ടു പോകുകയല്ല വേണ്ടത്. എന്ന് പറഞ്ഞാൽ പറഞ്ഞോളെ ചെറുതാക്കി കാണാം, സത്യത്തെ മൂടി വെക്കുക. അല്ലാഹു അതിൽ നമ്മൾ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കൽബിനെ അല്ലാഹു സുബ്ഹാനഹു ചെയ്തു തരുമാറാകട്ടെ.
മുഅ്മിനീങ്ങളെ, എന്തിനാണ് ഖുതുബ, എങ്ങനെയായിരിക്കണം ഖുതുബ, പിന്നെ ഏത് രീതിയിലായിരിക്കണം ഖുതുബ, ഇത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ നാം നിർവഹിക്കുന്ന ഈ മഹത്തായ ഇബാദത്തിന്റെ ശ്രേഷ്ഠത അടുത്ത ആഴ്ച നമ്മൾ പറയും. അതോടൊപ്പം പള്ളിയുടെ പരിപാലനവും പള്ളി പരിപാലിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുള്ള ഉത്തരവാദിത്തങ്ങളും പള്ളിയിൽ വന്നു പോകുന്ന ഉത്തരവാദിത്തങ്ങളും സമൂഹത്തോട് നമുക്കുള്ള ധാർമ്മികതയും എല്ലാം ഇൻഷാ അല്ലാഹ് പറയണം. അങ്ങനെ 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്, 4-ാം ക്ലാസ്സിൽ പറഞ്ഞ മാതിരി നമ്മൾ അങ്ങനെ ഒന്നും നിന്ന് പോകുക. ഇഷ്ടമുള്ള വിഷയങ്ങളൊക്കെ പലതും പറയാണ്ടാവും. യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് കുറെ കേൾക്കാൻ പോയിട്ടുണ്ടാവും. ഒക്കെ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുക. നമുക്ക് അല്ല ഖുതുബത്ത് വൽ വഅലാണ്. അത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെ പോകണം. അപ്പോഴേ ആ മഹല്ല് സംസ്കരിക്കപ്പെടുള്ളൂ. അപ്പോഴേ ആ ധാർമ്മികത്വം കൊണ്ടൊരു ഫലം കിട്ടുള്ളൂ. ആ ഫായിദ നമുക്കും നമ്മുടെ ധാർമ്മികത്വം നമുക്ക് കിട്ടണം. അതുവഴി നാളെ വലിയൊരു വിപ്ലവം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഖ്ലാസ് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റിയാഇലാകാതിരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന മറ്റൊരു ഭൗതിക വജഹുമില്ലാത്തവരായി അല്ലാഹു തെരഞ്ഞെടുക്കുമാറാകട്ടെ. നമ്മൾ വന്നു പോയിട്ടുള്ള എല്ലാ പോരായ്മകളും അല്ലാഹു പുറത്തുവരുമാറാകട്ടെ. നമ്മുടെ സഹോദരിമാർക്ക് അല്ലാഹു ദീനിനോട് ഹബ്ബും മക്കൾക്ക് അല്ലാഹു ദീനിനോട് ഹബ്ബും നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ മജ്‌ലിസുകൾ ആദരിക്കാനും ഖുതുബയുടെ ശർത്തുകൾ പാലിക്കാനും അത് കൺകുളിർക്ക് കേട്ട് ആസ്വദിച്ച് അത് ജീവിതത്തിൽ പകർത്താനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും പുറത്തുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തിന്റെ പല ഭാഗത്തും യുദ്ധഭീതി കൊണ്ട് അകപ്പെടുന്ന ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ സഹോദരന്മാർ, നമ്മുടെ ബന്ധുക്കളല്ലാത്തവരൊക്കെ അല്ലാഹു എല്ലാവരും നൽകുമാറാകട്ടെ. ശക്തമായ വെയിലും ചൂടുമാണ്. അല്ലാഹു മഴ കൊണ്ട് നമ്മളെ തണുപ്പിക്കുമാറാകട്ടെ. അല്ലാഹു സമ്പത്തിൽ ബർക്കത്ത് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. കട കൊണ്ട് വലയുന്ന ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അല്ലാഹു രക്ഷയും സമാധാനം നൽകുമാറാകട്ടെ. പലിശ എന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മാതാപിതാക്കളോട് കരുണ കാണിക്കുന്നവരായി അല്ലാഹു നമ്മളെ മാറ്റി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത് റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ വറുകൂഅനാ വസുജൂദനാ വഅഅ്തിദാനനാ യാ അർഹമർ റഹീമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم. وصلى الله وسلم تسليما كثيرا. أقم الصلاة.